എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന പ്രശ്നം പരിഹരിക്കാൻ ഒരു സമവായം രൂപപ്പെട്ടതായി സോഷ്യൽ മീഡിയ വഴി അങ്കമാലി നസ്രാണികൾക്ക് അറിയാൻ സാധിച്ചു. ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു ഏകീകൃത കുർബാന എന്ന നിലയിലാണ് ധാരണ എന്നറിയുന്നു. അത്തരത്തിൽ ഒരു ധാരണയുടെ ആവശ്യം ഇല്ല എന്നാണ് സാധാരണ സഭാവിശ്വാസികൾ എന്ന നിലയിൽ അങ്കമാലി നസ്രാണികളുടെയും അഭിപ്രായം. അതിന് പ്രധാന കാരണം കുർബാന എന്ന കൂദാശ ഒരു വീതം നവയ്പ് രീതിയിൽ നടത്തുന്നത് ശരിയാണോ അല്ല എന്നതാണ് ഇനിയും ഏറെ വേദനിപ്പിക്കുന്നു. മാത്രമല്ല, മുൻപും ഇത്തരത്തിൽ ധാരണ ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ കുർബാനയെ പൊതുനിരത്തിൽ വരെ അവഹേളിക്കുന്നതിനും കലഹത്തിനും കാരണമായി. 49 പിതാക്കന്മാർ ചേർന്ന് ഒപ്പിട്ട് ഇറക്കിയ സർക്കുലർ ഓർക്കുന്നില്ലേ? ഇനിയും നാണം കെടേണ്ട സാഹചര്യം ഉണ്ടാക്കണം. ഇത്തരത്തിൽ പാഴ്ശ്രമങ്ങൾ നടത്തേണ്ടതിന് പകരം അവർക്ക് വിട്ടുകൊടുക്കുക എന്നതാണ് ഇപ്പോൾ ഉചിതം. നേതൃത്വത്തിനെ കൊണ്ട് നടപ്പാക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ടും എറണാകുളം വൈദികരെ ചേർത്ത് പിടിക്കണം എന്ന അമിത താല്പര്യം ഉള്ളതുകൊണ്ടും പ്രത്യേകിച്ച് മാർപ്പാമ്പ്ലാനി പിതാവ് കാണിക്കുന്ന വലിയ കഷ്ടപ്പാടുകൾ എല്ലാം കണക്കിലെടുത്തുകൊണ്ടുമാണ് അങ്കമാലി നസ്രാണികൾ ഈ അഭിപ്രായം പറയുന്നത്. എറണാകുളത്തുള്ള സഭാവിശ്വാസികളെ സഭാദ്രോഹികളെന്നും കള്ളന്മാരെന്നും വരെ മുദ്ര കുത്തിയതും ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെയല്ലേ? ഈ സാഹചര്യങ്ങൾ എല്ലാം മനസ്സിലാക്കി സഭാപിതാക്കന്മാർ ഉചിതമായ നടപടി എടുക്കണമെന്ന് അങ്കമാലി നസ്രാണികൾ ആഗ്രഹിക്കുന്നു. അടിതെറ്റി ക്ഷയിച്ചിരിക്കുന്ന വിമതർ അനുദിനം കുപ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. അത് മനസ്സിലാക്കാതെ പ്രതികരിച്ച് വിമതർക്ക് അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രചരണവും ഇടവക ജനം അറിയാതെ അവരെ കൊണ്ടു നടത്തി വിജയിക്കുന്നുണ്ട് എന്നുള്ളത് മറക്കരുത്. ഏകീകൃത കുർബാന എന്ന ഏക ലക്ഷ്യത്തിനായി ഇടവക കൂട്ടായ്മയെ ശക്തിപ്പെടുത്തണം. വിശുദ്ധ കുർബാനയിൽ എന്താണ് സമവായം? ആ വാക്ക് തന്നെ ഒരു വിശ്വാസ സംഹിതയ്ക്ക് ചേർന്നതാണോ? കർശനമായി ചിട്ടയോടെ അർപ്പിക്കേണ്ട ദിവ്യബലിയിൽ സമവായമോ? അങ്ങനെ തോന്നും പോലെ പല വിധത്തിൽ അർപ്പിക്കാനാണോ കർത്താവ് കുർബാനയെ നൽകിയത്? ഒരു മനമായി ഒരേ രീതിയിൽ ഒരുമയോടെ ചിട്ടയോടെയും ഭക്തിയോടെയും അർപ്പിക്കേണ്ടതല്ലേ ദിവ്യബലി? പല രാഷ്ട്രീയ കക്ഷികൾ ചേർന്ന് വ്യത്യസ്തങ്ങളായ നിലപാടുകൾ, കാഴ്ചപ്പാടുകൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിൽ എത്തുന്ന സമവായം എന്ന വാക്ക് ഒരു മതത്തിന്റെ ശുശ്രൂഷ തിരുക്കർമ്മങ്ങളിൽ എങ്ങനെ നടപ്പാക്കും? ഇത് തോന്നുമ്പോൾ സൗകര്യമനുസരിച്ച് മാറ്റി ചെയ്യേണ്ട കാര്യമാണോ? എല്ലാ ദേവാലയങ്ങളിലും ഒരു ബലിപീഠത്തിൽ ഒരേ ഒരു ബലി അർപ്പണ രീതി, അതല്ലേ ഏകീകൃത കുർബാന? അതിനെക്കുറിച്ച് മാത്രമല്ലേ സഭാവിശ്വാസികൾ ചിന്തിക്കാൻ പാടുള്ളൂ. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയും സഭയ്ക്ക് എന്തെങ്കിലും കാലത്ത് ഒരു നല്ല നേതൃത്വവും അപ്പോഴേക്കും വിമത മനസാന്തരവും ഉണ്ടാകുമെന്ന പ്രത്യാശയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്കമാലി നസ്രാണികൾ.